എന്തിനാണ് അള്ളാഹു നിന്നെ പഠിച്ചത്? നിങ്ങൾ ഓരോരുത്തരും ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ട കാര്യമാണ്. ഇതുമെന്നാണ് ദീന് ആരംഭിക്കുന്നത്. ഈ ചിന്തയിൽ നിന്നാണ്. ഈ ചിന്തയില്ലേ ഒരു ദീനില്ലാതെയാകും. അള്ളാഹു എന്നെ പഠിച്ചത് എന്തിനാ? അവന് മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. അതാണ് ലക്ഷ്യം. അതിനു വേണ്ടിയാണ് പഠിച്ചത്. ഇതിനിടയിൽ കച്ചവടവും കുടുംബജീവിതവും വീടുണ്ടാക്കലും പണിയെടുക്കലും ഇതൊക്കെ അള്ളാഹു ദുനിയാവിൽ അനുവദിച്ചു നൽകിയ കാര്യമാണ്. അതെ, നിനക്ക് അതിൽ നല്ല നീയത്തുണ്ട് എങ്കിൽ അതും ഇബാദത്താണ്. എന്നാൽ നിന്റെ ലക്ഷ്യം എന്താണ്? നീ അള്ളാഹുവിന്റെ അടിമയാകുക എന്നതാണ്. നീ അവന്റെ അബ്ദാകുക എന്നതാണ്. നീ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക. അതിനാണ് അള്ളാഹു നിന്നെ പഠിച്ചത്. ഇത് മനസ്സിലാക്കിയാൽ സഹോദരങ്ങൾ അനേകം പ്രശ്നങ്ങൾ അവസാനിക്കും. പല ആളുകളും ഇസ്ലാമിലെ കൽപ്പനകൾ വിധിവിലക്കുകൾ കേട്ടാൽ അവൻ പറയും, ആ കൽപ്പന അത് അത്ര ശരിയില്ല, ആ പറഞ്ഞത് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, എനക്കങ്ങനെ പറയാൻ അവകാശമില്ല. നീ അബ്ദാൻ, അള്ളാഹുവിന്റെ അടിമയാണ്. അള്ളാഹുവാണ് റബ്ബ്. അവനെ അനുസരിക്കാനാണ് അവൻ നിന്നെ പഠിച്ചത്.